നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്നും അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്നും BJP വക്താവ് ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടതെന്നും ആക്ഷേപം. അന്ന് രാമനിലയത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇ.പി.യുടെ കഴുത്തിൽ BJP പതാക വീഴുമായിരുന്നുവെന്നും ഇ.പി.യെ കോടതിയിൽ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ പേരിലുള്ള തൃശൂർ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കോംപ്ലക്സ് രാജ്യത്തിന് അഭിമാനമെന്ന് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. ഷൊർണൂർ നഗരസഭയുടെ PP കൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച പാഞ്ഞാൽ കീഴിലം ALP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച K. രാധാകൃഷ്ണൻ MP. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 34 ലക്ഷം രൂപ ചെലവിൽ കോട്ടായി അയ്യങ്കുളം നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ചെറുതുരുത്തി കിള്ളിമംഗലം റോഡ് പൂർത്തീകരണം ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച മന്ത്രി റിയാസ്. 1,26,00,000 ചെലവഴിച്ച് നവീകരിക്കുന്ന മാണിക്യംപാറ കടമ്പൂർ റോഡ് പ്രവൃത്തികൾക്ക് തുടക്കം. ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടിയുടെ സർക്കാർ അനുമതി. കോട്ടായി പുളിനെല്ലി വായനശാലയ്ക്ക് പുതിയ കെട്ടിടം. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ. ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ജയിലിലെത്തിക്കുന്ന സമയത്ത്. കഞ്ചാവ് കൈവശം വച്ചതിനും വിൽപ്പന നടത്തിയതിനും നിരവധി കേസുകളുള്ള കുളപ്പുള്ളി സ്വദേശി മുഹമ്മദ് മുസ്തഫ കരുതൽ തടങ്കലിൽ. വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം. 6 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന ഫൈബർ വള്ളം പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കണയം മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാൻ നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശത്ത് റോഡ് ഉയർത്തി കയറ്റം കുറയ്ക്കാൻ പദ്ധതി. വാർഡ് കൗൺസിലർ സിനി മനോജിന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്കായി C. സദാനന്ദൻ MP.യുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയുടെ അനുമതി. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി 54 വയസ്സുള്ള ഷംസുദ്ദീൻ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്നും അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്നും BJP വക്താവ് ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അന്ന് രാമനിലയത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇ.പി.യുടെ കഴുത്തിൽ BJP പതാക വീഴുമായിരുന്നുവെന്നും കോടതിയിൽ ഇ.പി.യെ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇ.പി. ജയരാജൻ നിഷ്കളങ്കനായിരുന്നുവെങ്കിൽ എന്തിനാണ് പുറത്താക്കിയത്? കേസ് കോടതിയിലായതിനാൽ ഇ.പി.ക്ക് മറുപടി പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് തന്നെ അറിയാം. എന്നിട്ട് അവരെ ആരെയും ശോഭാ സുരേന്ദ്രൻ വിളിച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തരക്കേടില്ല. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളൻ്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. തൃശൂർ രാമനിലയത്തിലെ വിവരങ്ങൾ RTI പ്രകാരം എടുത്തിരുന്നു. താൻ രാമനിലയത്തിൽ വെറുതെ ബുക്ക് ചെയ്യുന്ന ആളല്ല. 3 തവണ മാത്രമാണ് താൻ രാമനിലയത്തിൽ പോയിട്ടുള്ളത്. അതിലൊന്ന് ഇ.പി.യെ കാണാനാണ്. ഞാനതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ രാമനിലയത്തിൽ വരുന്നു, മുന്നോട്ട് നടക്കുന്നു. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി, ഇടത്തോട്ട് നടന്നു, അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ രാധാകൃഷ്ണൻ്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. എൻ്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം. തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുള്ളവർ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എൻ്റെ പഴയ പത്രസമ്മേളനം കിട്ടും. ഞാൻ വിവരാവകാശം എടുത്തു. ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത്? അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ്. രേഖകൾ ഞാൻ തരാം. അത് എൻ്റെ റൂം. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ
മന്ത്രി രാധാകൃഷ്ണൻ്റെ റൂം, തൊട്ടടുത്ത് EP ജയരാജൻ്റെ മുറി. ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത്. 1, ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ. 2, ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ആരിഫ് ഖാൻജിയെ കാണാൻ. 3, സഖാവ് EP ജയരാജനെ കാണാൻ. മൂക്കുകൊണ്ട് EPയെ കോടതിയിൽ ക്ഷ വരപ്പിക്കും. ആലോചിച്ച് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അന്ന് താൻ പറഞ്ഞിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ EPയുടെ കഴുത്തിൽ BJP പതാക വീഴുമായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതായത് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴുത്തിൽ ഞങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇനി ഒരു വിഷയമേ അല്ല. കാരണം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഏതൊരു കാര്യത്തെയും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളാണ്. ഏത് വിഷയത്തിലും എത്ര സമയവും മാധ്യമങ്ങൾക്ക് മുന്നിലിരിക്കാൻ മടിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തിന് അഭിമാനമായി മാറുകയാണ് തൃശൂർ ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള ലാലൂർ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. 9 വർഷക്കാലയളവിൽ കായിക മേഖലയിൽ 3400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കായിക താരങ്ങളുടെ നാമധേയത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിന് സർക്കാർ തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സർട്ടിഫിക്കേഷൻ, സ്പോർട്സ് എക്കണോമി, സ്പോർട്സ് ലീഗ്, കോളേജ് ലീഗ് തുടങ്ങിയവ സംഭാവന ചെയ്തു. ലോകോത്തര നിലവാരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഈ സ്റ്റേഡിയം രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഡോർ സ്റ്റേഡിയമായി മാറുമെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. 100 കോടിയുടെ ഏറ്റവും ബൃഹത്തായ ഒരു കോംപ്ലക്സാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കായിക പരിശീലകരെ സംബന്ധിച്ചിടത്തോളം, കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫെസിലിറ്റീസ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 369 ചെറുതും വലുതുമായിട്ടുള്ള കളിക്കളങ്ങളുടെ നിർമ്മാണം, സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ഉണ്ടാവണമെന്നുള്ള നിർബന്ധം മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അക്വാറ്റിക് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജനും പവലിയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും നിർവഹിച്ചു. ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLAയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് P. ബാലചന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ IM വിജയൻ കായിക മന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വേടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കായിക പ്രതിഭകളെ മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആദരിച്ചു. ലാലൂർ സമരഭടന്മാരെ AC മൊയ്തീൻ MLA ആദരിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കിയത്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 14 ഏക്കർ സ്ഥലത്ത് കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത്. 1ാം ഘട്ടത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൗകര്യങ്ങളാണ് ലാലൂരിൽ ഒരുക്കിയിട്ടുള്ളത്. 5000 പേരെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് മുഖ്യ ആകർഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ PP കൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ശ്രീ PP കൃഷ്ണനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ നാം ഇത് ഷൊർണൂർ നഗരസഭയുടെ അഭിമാന നിമിഷം. ഫണ്ടിന്റെ പ്രശ്നം എല്ലാ കാലത്തും ഏത് പദ്ധതിക്കും വരും, സ്വാഭാവികമാണ്. എന്നാലും അങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കപ്പെട്ട എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ ഇനിയും കുറച്ച് സംഖ്യ വേണ്ടി വരും. സെക്രട്ടറി അത് ഇവിടെ പറഞ്ഞു. ആ നിലയിൽ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം 1 കോടി രൂപയും പ്ലാൻ ഫണ്ടിൻ്റെ ബഡ്ജറ്റിൽ നിന്നാണ്, സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് 1 കോടി രൂപ. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ വന്നു. വീണ്ടും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ
പൊതുവായ രീതിയിൽ നമുക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അത്രയും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ 2 കോടി രൂപയും കൂടിയും ഇതിന് അനുവദിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടും ഉപയോഗിച്ച് അവരും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവീകരിച്ച MCF പഠനകേന്ദ്രം ഷൊർണൂർ നഗരസഭാ സ്വച്ഛ് അംബാസഡറും സിനിമാ സംവിധായകനുമായ ലാൽ ജോസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, റെഡി കട്ട് ചെയ്യാം. കയ്യടിക്കില്ലേ? മുൻ നഗരസഭാ ചെയർമാൻ M നാരായണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, KM ലക്ഷ്മണൻ, കൗൺസിലർ TK ബഷീർ, CDS ചെയർപേഴ്സൺ VC സിന്ധു, CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിജയപ്രകാശ് ശങ്കർ, സുഭാഷ് P താഹിർ, റോട്ടറി ക്ലബ്ബ് പ്രതിനിധി കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി CP ജയൻ, നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ GP ഷൈനി എന്നിവർ സംസാരിച്ചു. മെഗാ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ഇവന്റും അരങ്ങേറി. ഷൊർണൂരിൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു ടൗൺ ഹാൾ. PP കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. 2010 ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയിരുന്നു. ഇതിനുശേഷം ഇപ്പോഴുള്ള ഭരണസമിതിയാണ് ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത്. നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് 60% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. P മമ്മിക്കുട്ടി MLAയുടെ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് അവസാനഘട്ട പണികൾ പൂർത്തീകരിച്ചത്. ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത്. ശുചിമുറി, വിശാലമായ പാർക്കിംഗ്, 650 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ, ബാൽക്കണി എന്നിവ പുതിയ ടൗൺ ഹാളിലുണ്ട്. കുറഞ്ഞ വാടകയ്ക്ക് കല്യാണം, സംഘടനാ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കും. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ചടങ്ങുകൾ നടത്താൻ സൗകര്യമൊരുക്കുക എന്നതും നഗരസഭയ്ക്ക് ഒരു വരുമാനവും എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കീഴിലം ALP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നടന്നു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് തോന്നിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ സ്കൂളിൽ പൈസ വയ്ക്കാൻ പറ്റും, MLA ഫണ്ടിൽ വയ്ക്കാൻ പറ്റും. അപ്പോഴാണ് CSR ഫണ്ടിൽ നിന്ന് വയ്ക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം ചോദിച്ചത്. അങ്ങനെയാണ് നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ അതിന് സാധ്യതയുണ്ട്. ലാഭത്തിന് 2% നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. പക്ഷേ CSR ഫണ്ട് അന്ന് 35 ലക്ഷമാണ് തരാണ്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. KSBCDC ചെയർമാൻ K പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, KSBCDC ജനറൽ മാനേജർ PN വേണുഗോപാൽ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർമ്മല രവികുമാർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, BRC കോർഡിനേറ്റർ പ്രമോദ്, PTA പ്രസിഡന്റ് PV രതീഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മധുസൂദനൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമലം, SMC ചെയർമാൻ KS ശിവദാസ്, MPTA പ്രസിഡന്റ് പ്രവിത സജിത്,
PTA വൈസ് പ്രസിഡന്റ് സുബീർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV പ്രകാശൻ സ്വാഗതവും പ്രധാനാധ്യാപിക VS ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മൈനർ ഇറിഗേഷൻ വകുപ്പിനു കീഴിൽ 34 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തീകരിച്ച കോട്ടായി അയ്യംകുളം നാടിന് സമർപ്പിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം GST വിഹിതം ഇതിന്റെ ഭാഗമായി കട്ട് ചെയ്യപ്പെടും. ഏതു വർക്കും അങ്ങനെയാണ്, അത് തടുക്കാൻ പറ്റില്ല. മനസ്സിലായി? 1 കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൽ 18% GST വിഹിതം അവിടെയും പോകും. അതുപോലെ ഇവിടെയും 34 ലക്ഷം എന്ന് പറഞ്ഞാൽ GST വിഹിതം പോയി. അങ്ങനെ പോയി ശേഷിക്കുന്ന പൈസ എന്ന നിലയിലാണ് 23.73 ലക്ഷം രൂപക്ക് മുകുന്ദൻ എന്ന കരാറുകാരൻ എടുക്കുന്നത്. അദ്ദേഹം എടുക്കുകയും 1 വർഷത്തിനുള്ളിൽ 2025 ഈ വർഷം തന്നെ ഈ പണി പൂർത്തീകരിക്കുകയും സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ TR മഹേഷ് കുമാർ, രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. രാധാകൃഷ്ണൻ, S. ഗീത, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V. പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി കിള്ളിമംഗലം റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. നിലവാരത്തിലുള്ള റോഡുകളായി മാറും എന്ന കാര്യത്തിൽ സംശയിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചൊരു ചെറിയ പ്രയാസം, ഗ്രാമീണ റോഡുകളിൽ പലതും കുടിവെള്ളത്തിൻ്റെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങളായി ഘട്ടഘട്ടമായി ചെയ്ത് പൂർത്തീകരിച്ചു വന്ന റോഡുകളെല്ലാം ഒറ്റ കൊല്ലം കൊണ്ടാണ് വിവിധ കരാറുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി പൊളിച്ച് പിന്നീട് ആ പണി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക നമുക്ക് സംസ്ഥാനത്ത് കിട്ടേണ്ട പണത്തിനൊരു നിയന്ത്രണം വന്നപ്പോൾ അവരത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകും. ഗ്രാമപഞ്ചായത്തുകളെല്ലാം പലതും അവരുടെ പദ്ധതി ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനും. റോഡിന്റെ ശിലാഫലകത്തിന്റെ ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP. സുചിത്ര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ്, ബിന്ദു, V. വത്സല, M. സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. വളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. സ്മിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടിയുടെ സർക്കാർ അനുമതി. നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ കഴിഞ്ഞ ആഴ്ചയാണ് നിർവഹിച്ചത്. 10 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം, ഏതാണ്ട് 5.5 കോടി രൂപയുടെ സാംസ്കാരിക നിലയം, 5 കോടിയിൽ പരം രൂപയുടെ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് ഏതാണ്ട് 63 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന നമ്മുടെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഒറ്റപ്പാലം ബൈപ്പാസ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ MG ജ്യോതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ കൗൺസിലർമാരായ ഫാത്തിമത്ത് സുഹറ, TK രഞ്ജിത്ത്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A. രാജേഷ്, CPIM ഒറ്റപ്പാലം ലോക്കൽ സെക്രട്ടറി MI റസാഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T. സുനിൽ, PV ബഷീർ, K. ബാബു മൊയ്തീൻകുട്ടി, KP ശോഭന, തോമസ് ജേക്കബ്, T. ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. റോഡിൽ അരികുചാൽ നിർമ്മാണം, നടപ്പാത നിർമ്മാണം, ഇന്റർലോക്ക് ടൈൽ വിരിച്ച് വീതി കൂട്ടൽ, ഹാർഡ് റെയിൽ സ്ഥാപിക്കൽ, സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 1,26 ലക്ഷം ചെലവഴിച്ച് നവീകരിക്കുന്ന മാണിക്യംപാറ കടമ്പൂർ റോഡ് പ്രവൃത്തികൾക്ക് തുടക്കം. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 51 ലക്ഷം രൂപയും കേരള സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട 75 ലക്ഷം രൂപയും ചേർത്ത് 1,26 ലക്ഷം രൂപയ്ക്കാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ മാസ്റ്റർ, വാർഡ് മെമ്പർ A. വിജിത, അമ്പലപ്പാറ പഞ്ചായത്ത് AE ശ്രീജ തങ്കച്ചൻ, റോഡ് കോൺട്രാക്ടർ അഖിൽ എന്നിവർ സംസാരിച്ചു. MR ബിജു സ്വാഗതവും KP ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 60 ആണ്ട് പഴക്കമുള്ള കോട്ടായി പുളിനെല്ലി വായനശാല ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചൻകാട് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത സുരോജ്, പഞ്ചായത്ത് അംഗം രജിത, ക്ലബ്ബ് ഭാരവാഹികളായ വി കെ സുരേന്ദ്രൻ, സഹദേവൻ, മണി എന്നിവർ സംസാരിച്ചു. 1963 ആരംഭിച്ച ഗ്രന്ഥശാല ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉള്ള ഗ്രന്ഥശാലയാണ്. മൺചുവരിൽ നിർമ്മിച്ച ഓടിട്ട കെട്ടിടം ചോർന്നൊലിച്ച് തകർച്ചയുടെ വക്കിലായിരുന്നു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പുളിനെല്ലി നിവാസികളുടെ 6 പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസ് ജയിലിലെത്തിക്കുന്ന സമയത്താണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ ബാലമുരുകന്റെ വേഷം. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്താണ് പ്രതി രക്ഷപ്പെട്ടത്. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കാറിൽ കയറി രക്ഷപ്പെട്ടതായും സംശയമുണ്ട്. പോലീസ് തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഉൾപ്പെടെ വ്യാപക പരിശോധന നടത്തിവരികയാണ്. 1 വർഷം മുമ്പും സമാന രീതിയിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. അന്നും തമിഴ്നാട് പോലീസിൻ്റെ പക്കൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസിൻ്റെ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് പിടികൂടുകയായിരുന്നു. അതേസമയം വിയ്യൂരിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് വ്യക്തത തേടുന്നുണ്ട്. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിലാണ് വ്യക്തത തേടുന്നത്. തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ബാലമുരുകൻ്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് നൽകിയ സമയമടക്കം പുനഃപരിശോധിക്കും. രക്ഷപ്പെട്ട രീതിയിലും പോലീസ് വ്യക്തത വരുത്താൻ നീക്കം തുടങ്ങി. ഇതിനിടെ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയ്യൂർ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങിട്ടില്ലെന്നാണ് മൊഴി. വിയ്യൂർ ജയിലിന് സമീപം എത്തിയപ്പോൾ വാഹനം നിർത്തിയത് മൂത്രമൊഴിക്കാനായിരുന്നു. കാറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പുറത്തിറങ്ങിയത്. ഇതിനിടയിൽ ബാലമുരുകൻ ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. തെരഞ്ഞിട്ടും കിട്ടാതായതോടെയാണ് കേരള പോലീസിനെ വിവരമറിയിച്ചതെന്നും തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരു വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന വീട്ടമ്മയെ നായ ആക്രമിച്ചതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. തെക്കുംകര പഞ്ചായത്തിൽ പുന്നമ്പറമ്പ് സെൻട്രലിൽ നിന്നുള്ള മണലിത്ര റോഡിൽ പ്രിയ കല്യാണമണ്ഡപ പരിസരത്ത് രാവിലെ 6 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കടിയേറ്റ മറ്റാളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആക്രമണം നടന്ന പ്രദേശത്തോട് ചേർന്ന് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മച്ചാട് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം ദേശമംഗലം വറവട്ടൂരിലും സമാനമായ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പിക്കപ്പ് വാനിൽ കൂറ്റൻ ഫൈബർ വള്ളം അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തിരുനെൽവേലിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് വള്ളം കൊണ്ടുപോവുകയായിരുന്ന വാനാണ് പിടികൂടിയത്. തൃശൂർ ഹൈറോഡിൽ വച്ചാണ് സംഭവം. വിശദമായ പരിശോധനയിൽ വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തി. 27,500 രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശി മാതൻ്റെ പേരിലാണ് വാഹനം. ബേപ്പൂർ സ്വദേശി തിരുനെൽവേലിയിൽ നിന്നും വാങ്ങിയ വള്ളമാണ് അപകടകരമായ രീതിയിൽ പിക്കപ്പ് വാനിൽ കൊണ്ടുപോയിരുന്നത്. വള്ളം ലോറിയിലേക്ക് മാറ്റി ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. അപകടകരമായ രീതിയിൽ വാഹനം ആടിയുലഞ്ഞു പോകുന്നത് കണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു വാഹനം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്. ആർക്കും ഇറങ്ങണേ, ആർക്കും നീന്തറിയോ? വാഹനം പുഴയിൽ മുങ്ങിത്താഴുന്നതും വാഹനത്തിലുണ്ടായിരുന്നവർ സഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് ദൃശ്യങ്ങൾ. ഇന്നലെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്.
വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയതായിരുന്നു വാഹനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉച്ചയോടെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനാണ് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇതിനുശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തു വന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി. വാഹനം പിന്നീട് പുറത്തെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണയം മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാനുള്ള നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശമാണിത്. റോഡ് ഉയർത്തി കയറ്റം കുറച്ചായിരിക്കും പ്രശ്നത്തിന് പരിഹാരം കാണുക. തന്റെ ഇടപെടലിനെ തുടർന്ന് C. സദാനന്ദൻ MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചതായി കൗൺസിലർ സിനി മനോജ് പറഞ്ഞു. കണയം കല്ലുരുട്ടി റോഡിൽ കണ്ണാറമ്പാറ ഭാഗത്ത് വലിയ കയറ്റവും വീതി കുറവുമാണ്. ഇതാണ് ഈ ഭാഗത്ത് വലിയ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങാൻ കാരണമാകുന്നത്. ഇക്കഴിഞ്ഞ 27-നായിരുന്നു ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായത്. ഗ്ലാസ് കയറ്റിപ്പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പുറകോട്ട് വന്ന് മറിഞ്ഞായിരുന്നു അപകടം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള റോഡ് പണി നടക്കുന്നതിനെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് ഗൂഗിൾ മാപ്പ് നോക്കി ഈ വഴി കടന്നു പോകുന്നത്. ഭാരം കൂടിയ വാഹനങ്ങൾ കുത്തനെയുള്ള കയറ്റത്തിൽ പകുതി ദൂരം കയറിയ ശേഷം പിന്നീട് കുടുങ്ങുന്ന സംഭവമാണിവിടെ ഉണ്ടാവാറുള്ളത്. നേരത്തെ പലതവണ സ്ഥലം MLAയോടും നഗരസഭ അധികാരികളോടും വിഷയം ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ സിനി മനോജ് പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി തൻ്റെ ഇടപെടലിനെ തുടർന്ന് C. സദാനന്ദൻ MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചത്. പ്രദേശത്തെ കയറ്റം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കൗൺസിലർ സിനി മനോജ് SUയോട് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ കല്ലുരുട്ടി കഴിഞ്ഞ മണ്ണാറമ്പാറ ഒരു കയറ്റുണ്ട്. കുറേ കാലങ്ങളായിട്ട് വാർത്തകളിൽ സ്ഥിരമായിട്ട് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന, നമ്മൾ പട്ടാമ്പി റോഡ് ബ്ലോക്ക് ആവുന്ന നിരവധി യാത്രക്കാർ, കൊപ്പത്തേക്ക് ഒരുപാട് കിലോമീറ്റർ ലാഭമാണ് ആ വഴി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കുള്ള ഒരു റോഡാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു മറ്റേ പഞ്ചായത്തിലേക്ക്, വല്ലപ്പുഴ പഞ്ചായത്തിലേക്കുള്ള ഒരു പ്രവേശന മാർഗം കൂടി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കുള്ള ഒരു എൻട്രൻസ് ആണത് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ പകുതി വഴി വരെ ലോഡ് വണ്ടികൾ കയറി തിരിച്ചിറങ്ങി സ്ഥിരമായിട്ട് അപകടങ്ങളാണ്. വണ്ടികൾ മറിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മറിഞ്ഞു. കൂടാതെ ആംബുലൻസുകൾ, ഇത് നിരവധി കാര്യങ്ങൾ അവിടെ അപകടങ്ങളിൽ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ നിരന്തരമായിട്ട് MPയുടെ MLAയുടെ ഒക്കെ ശ്രദ്ധയിൽ പെടുന്നൊരു കാര്യമാണ്. MLAയുടെ ഒക്കെ ഞാൻ നിരവധി തവണ നമ്മുടെ ചെയർമാൻ മുഖാന്തരം ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു റോഡ് ഇതുവരെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്ലുരുട്ടി എൻ്റെ വാർഡിൻ്റെ തുടക്കം വരെ MLA ഫണ്ട് അനുവദിച്ച് റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പുഴ കുറുട്ടൂർ ഭാഗത്തുനിന്ന് നമ്മുടെ ഷൊർണൂർ അതിർത്തി വരെ, നഗരസഭ അതിർത്തി വരെ MP ഫണ്ടും ലോകസഭ MPയുടെ ശ്രീകണ്ഠൻ്റെ ഫണ്ടും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടയിലുള്ള ഈ റോഡ് അവഗണന നേരിട്ട് കിടക്കുമായിരുന്നു. അതാണ് ഞാൻ നമ്മുടെ രാജ്യസഭ MP സദാനന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അടിയന്തരമായിട്ടൊരു 10 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. കൂടാതെ ആ റോഡിന് അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. തോട്ടക്കര ചെറാപ്പറമ്പിൽ 54-കാരനായ ഷംസുദ്ദീൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടെ ഷംസുദ്ദീനെ കണ്ടവരുണ്ടെന്നാണ് വിവരം. ശരീരത്തിൻ്റെ 3/4 ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീട് ഒറ്റപ്പാലം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഞ്ചാവ് കൈവശം വച്ചതിലും വിൽപ്പന നടത്തിയതിനും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ ഷൊർണൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഷൊർണൂർ കുളപ്പള്ളി പളംകുളത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയാണ് കരുതൽ തടങ്കലിലായത്. പിറ്റ് NDPS ആക്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാണ് അടച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി, പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലും നേരത്തെ കഞ്ചാവ് കൈവശം വച്ചതിനും വിൽപ്പന നടത്തിയതിനും പ്രതിക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. വടക്കാഞ്ചേരി റേഞ്ച്, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ പ്രതിക്ക് പിഴ ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ ജൂൺ 22-ന്
ഷൊർണൂർ SMP ജംഗ്ഷനിൽ വച്ച് ഷൊർണൂർ പോലീസ് 2.34 കിലോഗ്രാം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് PIT NDPS നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടികൾക്ക് ശേഷം മുസ്തഫയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിച്ച് കരുതൽ തടങ്കലിലാക്കി. കഴിഞ്ഞ മാസം കുളപ്പുള്ളി മുളയാണിക്കുന്നിലുള്ള വീട്ടിൽ വച്ച് 196 ഗ്രാമോളം MDMAയും 20.5 ലക്ഷത്തോളം രൂപയും സഹിതം ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത മുഹമ്മദ് ആഷിഖ് ഈ പ്രതിയുടെ സഹോദരനാണ്. ഇത്തരത്തിൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കലും വിൽപ്പനയും നടത്തുന്ന കൂടുതൽ ആളുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാർ IPS, ഷൊർണൂർ DYSP N മുരളീധരൻ, മുൻ DYSP R മനോജ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് DYSP ചുമതലയുള്ള ചിറ്റൂർ DYSP P അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാർ, ASI അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ്, സന്തോഷ് CK, CPOമാരായ അനീഷ് ബാബു, സുജി ശേഖർ, അരുൺ, രാജേഷ്, പ്രജിത എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. പാലക്കാട് ജില്ലാ പോലീസിന്റെ ഇത്തരത്തിലുള്ള 12ാമത്തെയും ഷൊർണൂർ പോലീസിന്റെ 3ാമത്തെയും അറസ്റ്റാണിത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പറളി ഉപജില്ലാ കലോത്സവത്തിന് പത്തിരിപ്പാല GVHSൽ തിരിതെളിഞ്ഞു. 4, 5, 6 തീയതികളിലായാണ് മത്സരങ്ങൾ. 55 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 55 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. പതിനഞ്ച് വേദികളിലായാണ് മത്സരം നടക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം വാങ്ങിക്കുവാനും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുവാനും അവിടെ നിന്നും സംസ്ഥാനതല യുവജനോത്സവത്തിൽ പങ്കെടുക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇന്റർനാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ബ്ലോക്ക് അംഗം PS അബ്ദുൾ മുത്തലി, വാർഡംഗം AA ശിഹാബ്, AEO PR ബിന്ദു, BPC AM അജിത്, PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് സുബീർ, K സുരേഷ്, P രാജീവ് മാസ്റ്റർ, റിയാസ് മാസ്റ്റർ, ഉബൈദുള്ള TS, TA ഷിൻസി എന്നിവർ സംസാരിച്ചു. KR കർപ്പകം സ്വാഗതവും T അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പത്തിരിപ്പാല GVHSൽ നടക്കുന്ന പറളി ഉപജില്ലാ കലോത്സവത്തിനുള്ള ഭക്ഷണത്തിന്റെ പാൽക്കാച്ചൽ കർമ്മം നടന്നു. പാൽക്കാച്ചൽ കർമ്മം ഡോക്ടർ സദനം ഹരികുമാർ നിർവഹിച്ചു. രാജീവമാസം സുരേഷൊക്കെ പാടെ ഇവിടേക്ക് വന്ന് സന്തോഷമുള്ള കാര്യമാണ്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് മുഖ്യാതിഥിയായി. VEO ബിന്ദു പുഴയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സുരേന്ദ്രൻ, BPC അജിത്, പ്രോഗ്രാം കൺവീനർ റീന, മനോജ് മാസ്റ്റർ, MD പ്രകാശ്, V രാജീവ്, P പ്രമോദ് ചന്ദ്രൻ, KA അബ്ദുറബ്, TU മുരളീകൃഷ്ണൻ, HM അനിത, പ്രിൻസിപ്പാൾ കർപ്പകം, K ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. ഭക്ഷണ കമ്മിറ്റി കൺവീനർ K സുരേഷ് സ്വാഗതവും KN സജിൻ നന്ദിയും പറഞ്ഞു. KPSTAക്കാണ് ഭക്ഷണ ചുമതല. ഏകദേശം 6200 പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുക. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഉദ്ഘാടനത്തിനൊരുങ്ങിയ ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസായ AKG മന്ദിരം നവംബർ 6-ന് വൈകിട്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷനാകും. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. VS സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം K ശാന്തകുമാരി MLAയും ഉദ്ഘാടനം ചെയ്യും. സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ്, AKG ഫോട്ടോ അനാച്ഛാദനം P ഉണ്ണിയും നിർവഹിക്കും. PP കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്യും.
ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഏറ്റുവാങ്ങും. 2024 ഫെബ്രുവരി 1 പുനർനിർമ്മാണം തുടങ്ങിയത്. 1980 വരെ ചെറുപ്പളശ്ശേരി റോഡിൽ വാടക കെട്ടിടത്തിലായിരുന്നു താലൂക്ക് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ താലൂക്ക് സെക്രട്ടറിയായിരുന്ന MP കുഞ്ചു, M വാമനൻ, P കുഞ്ഞൻ, K ശിവരാമൻ, KV രാമൻകുട്ടി, P ഗോവിന്ദൻകുട്ടി, V രാജൻ, CG പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ അവരുടെ വസ്തുക്കൾ പണയം വച്ചും കടം വാങ്ങിയും ഇപ്പോഴുള്ള സ്ഥലം വാങ്ങുകയായിരുന്നു. 1981 ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു. 2004 ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനാലാണ് ആധുനിക രീതിയിൽ 7657 ചതുരശ്ര അടിയിൽ കെട്ടിടം നവീകരിച്ചത്. ആ ഓഫീസ് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പുതിയൊരു ഓഫീസ് പുതിയ ഓഫീസ് കെട്ടാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് നമ്മൾ വർഗമോചന സംഘടനയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തരത്തിലാണ് ആ ഓഫീസ് കെട്ടിടം ഇപ്പോൾ പണിതത്. 7658 സ്ക്വയർ ഫീറ്റാണ് ഈ പുതിയ കെട്ടിടത്തിന് ഉള്ളത്. ആ നിലയിലാണ് നമ്മളതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇതിനാവശ്യമായ സംഖ്യ പാർട്ടി ബ്രാഞ്ചുകൾ ശേഖരിച്ച് തരുന്ന ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖരിച്ച് ഉള്ള പൈസ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെട്ടിടം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഒരു മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടായി എന്ന് പറയാനേ കഴിയും. അതപ്പോൾ നമ്മുടെ സംഘടനകളിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓഫീസ് സൗകര്യമൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ഓഫീസാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 300 കൂടുതൽ പേർ ഇരിക്കാവുന്ന ഹാളും ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണിയമ്പുറം CSN ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്ന് റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം എന്നിവ ആരംഭിച്ച് ബസ് സ്റ്റാൻഡിന് സമാപിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു 900 വളണ്ടിയർമാർ ലോക്കൽ കമ്മിറ്റികളിലായി 900 വളണ്ടിയർമാർ, അതിൽ ഒരു 750 വളണ്ടിയർമാർ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരീക്ഷാ പതിനായിരക്കണക്കിന് ആളുകളുടെ റാലി ഉണ്ടാവും. അതിനുശേഷം വാർഡിയ മാസത്തിന് ശേഷം റാലി ഉണ്ടാവും. റാലിക്ക് ശേഷം പൊതുസമ്മേളനത്തിലുള്ള ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് എല്ലാ രീതികളും ഉദ്ഘാടനം ചെയ്യും. അതിന്റെ പ്രോഗ്രാം നോട്ടീസിന്റെ ആദ്യത്തെ ഭാഗമായി മോദി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റപ്പാലത്തെ പരിപാടിയിലേക്ക് പാലക്കാടിന് ഒരു സാംസ്കാരിക പരിപാടികളാണ് അദ്ദേഹം. 10,000 പാർട്ടി പ്രവർത്തകരും 900 പരം വളണ്ടിയർമാരും പങ്കെടുക്കും. പൊതുസമ്മേളനത്തിനു ശേഷം പിന്നണി ഗായിക പുഷ്പവതിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K സുരേഷ്, U രാജഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂർ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും പട്ടികജാതി വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നദിറ ഇസ്മായിൽ, ജയശ്രീ പ്രകാശൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ് കുമാർ, വിനോദ് എന്നിവർ സംസാരിച്ചു. 21 ലാപ്ടോപ്പുകളും 14 സ്കൂട്ടറുകളുമാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കര ബസ് സ്റ്റാൻഡിൽ വാഹന പാർക്കിങ്ങിന്റെ പേരിൽ പകൽക്കൊള്ളയാണ് നടക്കുന്നതെന്ന് KBTA ചേലക്കര മേഖലാ സെക്രട്ടറി രതീഷ് മുതലച്ചിറ ചേലക്കരയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്ത് നിശ്ചയിച്ച തുകയുടെ ഇരട്ടിയാണ് കരാറുകാർ വാങ്ങുന്നതെന്നും ചാർജ് ബോർഡ് വയ്ക്കാതെയുമാണ് പിരിവ് നടത്തുന്നതെന്നും രതീഷ് കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് നിശ്ചയിച്ചതിലും അധികമായാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. പഞ്ചായത്ത് എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയുടെ ഇരട്ടിയാണ് പാർക്കിങ്ങിന് വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്ന കാർ ഉടമകൾക്ക് 30 മിനിറ്റ് സൗജന്യം നൽകി തുടർന്ന് 1 മണിക്കൂറിന് 10 രൂപ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും 5 മിനിറ്റ് പാർക്ക് ചെയ്താൽ പോലും 20 രൂപയാണ് ഈടാക്കുന്നത്. 70 രൂപ നിശ്ചയിച്ച ട്രാവലറുകളിൽ നിന്നും ആംബുലൻസുകളിൽ നിന്ന് പോലും 300 രൂപ വരെ ഈടാക്കിയെന്നും ആരോപണമുണ്ട്. 24 മണിക്കൂറിന് 15 രൂപ നിശ്ചയിച്ച ബസ്സുകളുടെ സ്റ്റാൻഡ് ഫീസ് 50 രൂപയായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും രതീഷ് പറഞ്ഞു. പാർക്കിംഗ് ഏരിയ തിരിക്കാതെ കൃത്യമായ ചാർജ് ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ്
പകൽ കൊള്ളയും ഭീഷണിയും നടത്തുന്നതെന്നും തന്റെ 7 ബസ്സുകൾക്കും പാർക്കിംഗ് ഫീസ് നൽകിയിട്ടും തന്റെ സർവീസിനെ അപകീർത്തിപ്പെടുത്താൻ ചില വ്യക്തികൾ നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്നും രതീഷ് മുതലംചിറ പറഞ്ഞു. ചേലക്കര പഞ്ചായത്തിൽ നിന്ന് എൻ്റെ പേരിൽ ഞാൻ ഇതേപോലെ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ടെന്ന് പരാതി കൊടുത്തു. സെക്രട്ടറി എനിക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് വന്നു. ഞാൻ ഹാജരായി, അവരും ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വിശ്വനാഥ വാസുദേവൻ മെമ്പർ, പിന്നെ വൈസ് പ്രസിഡന്റ് ഷരീരക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ തീരുമാനം പറഞ്ഞു, ചേലക്കര ബസ് സ്റ്റാൻഡ് ഫീസ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഫീസാണ്. വേറെ ബസ്സുകൾക്ക് വേറെ രേഖകളും വേറെ ഫീസുകളും ഒന്നും ഇതിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ലേലത്തിലും പറഞ്ഞിട്ടില്ല. ലേലത്തിന്റെ നിഘണ്ടുവിലുണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടാണല്ലോ ലേലം വിളിച്ചെടുക്കുന്നത്. ഈ മാസം വരയ്ക്കുള്ള പൈസ ഒരുമിച്ച് വേണമെന്നുള്ളതാണ് ഇവർ വാശി. അതായത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ പൈസ വണ്ടി ഇട്ടതിന് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള പൈസ വേണം. അത് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ തീർത്ത് പറഞ്ഞു. ചേലക്കര പഞ്ചായത്ത് അതിന് അനുകൂലിച്ചില്ല. പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അത് പറയാനുള്ള അധികാരം ഇല്ല. കാരണം പഞ്ചായത്ത് മിനിസ്റ്റർ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ലേലത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് കാരണം അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ആ അജണ്ട വെച്ചിട്ട് ഇതുണ്ടായിരുന്നു 28-ാം തീയതി. ഇതിനുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ കാർ കൊണ്ട് വന്നപ്പോൾ നീ ഞങ്ങളുടെ ഒന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് 10-15 ആളുകൾ എന്നെ അടിച്ചിട്ട് പൈസ മേടിക്കാന്നാണ് വിചാരിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് തോന്നുന്നത്. അമ്മാതിരിയാണ് സീൻ ഉണ്ടാകുന്നത്. അത് വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടിട്ടാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. CITU ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തരൂർ മണ്ഡലം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിലെ ആദ്യ ഫോറം കർണാടക സംഗീത സമ്രാട്ട് ചെമ്പൈയുടെ തറവാട് വീട്ടിൽ നിന്നും തുടക്കം കുറിച്ചു. ഫോറം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കൊച്ചുമകൻ ചെമ്പൈ സുരേഷിന് നൽകിക്കൊണ്ട് ഡെപ്യൂട്ടി കളക്ടർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. അഡീഷണൽ തഹസിൽദാർ ജോഷ്, ഖദീജ, സന്തോഷ്, കോട്ടായി വില്ലേജ് ഓഫീസർ പ്രശാന്ത്, BLO സുമ എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭ കേരളോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ കവളപ്പാറ കാരക്കാട് കരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളെ അനുമോദിച്ചു. മുൻ കൗൺസിലർ ആനന്ദ് വി നായർ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ചടങ്ങിൽ സമ്മാനം നൽകി. 11ാം വാർഡ് കൗൺസിലർ T. സീന അധ്യക്ഷയായിരുന്നു. 10ാം വാർഡ് കൗൺസിലർ സൗമ്യ, പൊതുപ്രവർത്തകൻ റസാഖ്, കരുണ ക്ലബ്ബ് പ്രസിഡന്റ് സുധീഷ്, സെക്രട്ടറി ദേവേഷ് രാജ്, ഖജാൻജി കൃപേഷ്, ക്ലബ്ബിലെ മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പറളി ഉപജില്ലാ കലോത്സവത്തിന് സൗജന്യ കുടിവെള്ളം ഒരുക്കി ചങ്ങാതിക്കൂട്ടം എന്ന പേരുള്ള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. 5000-ഓളം വിദ്യാർത്ഥികൾക്കാണ് കുടിവെള്ളം ഒരുക്കിയത്. തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഇവിടെ ലഭ്യമാണ്. സ്കൂളിലെ 1978-79 SSLC ബാച്ചാണ് കുടിവെള്ള സംവിധാനവുമായി മുന്നോട്ട് വന്നത്. തണ്ണീർപ്പന്തലൊരുക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു. 78-79 SSLC ബാച്ചിൻ്റെ വക പറളി സബ് ജില്ലാ കലോത്സവത്തിന് ഒരു കുടിവെള്ള വിതരണത്തിന് സംരംഭം ഞങ്ങൾ നടത്തുകയാണ്. ഇവർക്ക് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ്. സൗജന്യ കുടിവെള്ള വിതരണം ഇവിടെ വരുന്ന ഓരോരുത്തരും വേനൽക്കാലമായതുകൊണ്ട് തന്നെ അവിടെ പ്രയോജനപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവർക്കും ഉപകരിക്കുന്നു വിശ്വസിക്കുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള അഴുക്കുചാലിൽ നിന്ന് കാഴ്ചപരിമിതിയുള്ള വയോധികന് കൈത്താങ്ങായി SDPI ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ. മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങലിന്റെ സഹായത്തോടെ ഇയാളെ അഴുക്കുചാലിൽ നിന്നും കയറ്റി ആംബുലൻസ് വിളിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിളയോരം എന്ന പേരിൽ ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭ ചെയർമാൻ MK ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയ്ക്ക് സമീപം പഴയ ടോൾ ബൂത്തിനരികിലാണ് ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് 4 ഫുഡ് കിയോസ്കുകൾ ഭാരതപ്പുഴയുടെ നിളയോരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ന് 2 കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ കിയോസ്ക് ഇന്നിവിടെ ആരംഭം വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയിൽ നിളയോരം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നടത്തുന്ന കുടുംബശ്രീയുമായി സഹകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ നഗരസഭ പ്ലാൻ ഫണ്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സബ്സിഡിയോടുകൂടി ഏതാണ്ട് 67% പണവും നഗരസഭയാണ് സബ്സിഡിയായിട്ട് ഇവർക്ക് നൽകുന്നത്. വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ്. 3,30,000 രൂപ വകയിരുത്തിയാണ് സംരംഭം ആരംഭിച്ചത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 70% സബ്സിഡി സംരംഭകർക്കായി വകയിരുത്തിയിട്ടുണ്ട്. മെറ്റൽ ഇൻഡസ്ട്രീസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സഞ്ചരിക്കാൻ കഴിയുന്ന ടീ സ്പോട്ട്.
4 ഗ്രൂപ്പുകൾക്കാണ് നിളയോരം സംരംഭത്തിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യ സംരംഭമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ടീ സ്പോട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും. ചായ, കാപ്പി, സ്നാക്സ്, പാനിപൂരി, ബേൽപൂരി, മലബാർ ഐറ്റംസ് തുടങ്ങിയവയാണ് ടീ സ്പോട്ടിൽ ലഭ്യമാവുക. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി. സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, കൗൺസിലർ ടി. ലത, ചലനം മെൻഡർ വി. മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങളായ ആബിദ, സിന്ധു എന്നിവരാണ് നിളയോരം സംരംഭകർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശബരിമല നിയുക്ത മേൽശാന്തി ബ്രഹ്മശ്രീ ED പ്രസാദ് നമ്പൂതിരിക്ക് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ സ്വീകരണം നൽകി. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനത്ത്, ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ തിരുമേനിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ശബരിമല അയ്യപ്പ ഭഗവാന്റെ ഉടുക്കുകൊട്ടിൻ്റെ ഈണത്തോടുകൂടിയുള്ള പാട്ടുകൾ പാടിയാണ് ക്ഷേത്രത്തിലേക്ക് തന്ത്രിയെ ആനയിച്ചത്. ചടങ്ങിൽ നിരവധി അയ്യപ്പ ഭക്തരും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന അനുഗ്രഹ ചടങ്ങിൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, മാനേജർ MA രാജു, N സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെയും ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മേൽശാന്തിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് 365 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഊട്ടൂരായിട്ട് മാറി. 2 നേരം രാവിലെയും വൈകിട്ടുമായിട്ട് ഏകദേശം ഒരു ദിവസം 500 പേർക്ക്, 500-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഊട്ടൂരായിട്ട് ഈ അന്നദാന പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇത് തുടക്കം ഈ അന്നദാനത്തിന്റെ പണം കിട്ടിയത് ശശിയേട്ടൻ വന്നപ്പോൾ ഇവിടെ തടിച്ചുകൂടിയ നമ്മുടെ നാട്ടുകാരെല്ലാവരും ശശിയേട്ടന്, അയ്യപ്പസ്വാമിക്ക് എന്ന രീതിയിൽ ശശിയേട്ടന് സമർപ്പിച്ച ദക്ഷിണ അത് അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ട് നേരെ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ അന്നദാനം നിർത്തരുത്, അത് അയ്യപ്പസ്വാമി തന്നതാണ് എന്ന ഒരു അനുഗ്രഹത്തില്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാന സ്കൂൾ മേളയിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച ജില്ലയ്ക്ക് നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ പറളി സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് സ്കൂൾ PTA, മാനേജ്മെന്റ്, സ്റ്റാഫ് എന്നിവർ സംയുക്തമായി സ്വീകരണം നൽകി. സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങ് അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പിന്നെ മെഡലുകൾ വാങ്ങി നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ പടിപടിയായി നമ്മൾ ഉയർന്നു മുന്നോട്ട് പോകുകയാണ്. ഇവരെല്ലാം അനുമോദിക്കാതിരിക്കാൻ നമുക്ക് യാതൊരു നിർവാഹമില്ല. സമയമുള്ളതും കുറവൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സ്കൂളിൽ വരാതിരിക്കാൻ ഒരു കാരണവശാലും എനിക്കും കഴിയില്ല. എന്തായാലും ഈ നേട്ടം അതിന് കാരണക്കാരനായ പ്രിയപ്പെട്ട മനോജ് മാഷ് വളരെ സന്തോഷത്തോടുകൂടിയ മനോജ് മാഷ് നമ്മുടെ സ്കൂളിൽ ഒരു ഐഡന്റിറ്റിയാണ്. സ്പോർട്സ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മനോജ് മാഷാണ്. സ്കൂൾ PTA പ്രസിഡന്റ് KC കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കണ്ണൻകുട്ടി, സ്റ്റാഫ് സെക്രട്ടറിയും സ്കൂളിലെ കായികാധ്യാപകനുമായ PG മനോജ്, അധ്യാപകൻ സജ്ജിദാനന്ദൻ, PTA അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രേണുക സ്വാഗതവും ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജ്യോതി നന്ദിയും പറഞ്ഞു. പറളി സ്കൂളിൽ നിന്നും ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കായികമേളയിൽ 23 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 5 സ്വർണം, 1 വെള്ളി, 2 വെങ്കലം ഉൾപ്പെടെ 8 മെഡലുകളും 20 പോയിന്റും ജില്ലയ്ക്കായി സംഭാവന ചെയ്തു. മെഡലുകൾ നേടിയവരുൾപ്പെടെ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും മൊമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. കായികാധ്യാപകൻ മനോജ് മാസ്റ്ററെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റൊലി. ട്രെയിൻ യാത്രയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി പുറത്തിട്ടത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുമോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇന്നലെ നടന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള ആവർത്തനമല്ല. 2011 എൻ്റെ ഓർമ്മയിൽ സൗമ്യ ഒരു വധക്കേസ് ട്രെയിനിൽ വെച്ച് സംഭവിക്കുന്നത്. അന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മാറി മാറി വന്നാലും അന്നത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. അതിന് ശേഷം മോദി സർക്കാർ വന്നിട്ടും പറഞ്ഞതാണ് റെയിൽവേയുടെ കാര്യത്തിൽ സുരക്ഷ ഒരുക്കും എന്നുള്ള. അതും സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു പോലീസിനെ വെച്ച് സുരക്ഷ ഒരുക്കും എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 10-14 വർഷക്കാലമായി. ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ
ഇതിനെ പറ്റിയിട്ടിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇവർ റെയിൽവേയുടെ ഒരു പോക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിലാണ് ഇപ്പോൾ ഈ സ്ഥിതി. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കെയർ ചെയ്യുന്ന ഒരു ഇത്രയും നല്ലൊരു ഇതായിട്ടും ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബീഹാർ പോലുള്ള UP അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്നും അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്നും BJP വക്താവ് ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടതെന്നും ആക്ഷേപം. അന്ന് രാമനിലയത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ EP-യുടെ കഴുത്തിൽ BJP പതാക വീഴുമായിരുന്നുവെന്നും EP-യെ കോടതിയിൽ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ പേരിലുള്ള തൃശൂർ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. സ്പോർട്സ് കോംപ്ലക്സ് രാജ്യത്തിന് അഭിമാനമെന്ന് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. ഷൊർണൂർ നഗരസഭയുടെ PP കൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച പാഞ്ഞാൾ കീഴിലം ALP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച K. രാധാകൃഷ്ണൻ MP. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 34 ലക്ഷം രൂപ ചെലവിൽ കോട്ടായി അയ്യങ്കുളം നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ചെറുതുരുത്തി കിള്ളിമംഗലം റോഡ് പൂർത്തീകരണം ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച മന്ത്രി റിയാസ് മുഹമ്മദ്. 1,26,00,000 ചെലവഴിച്ച് നവീകരിക്കുന്ന മാണിക്യംപാറ കടമ്പൂർ റോഡ് പ്രവൃത്തികൾക്ക് തുടക്കം. ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ നവീകരണത്തിന് 2 കോടിയുടെ സർക്കാർ അനുമതി. കോട്ടായി പുളിനെല്ലി വായനശാലയ്ക്ക് പുതിയ കെട്ടിടം. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന തടവുകാരൻ. ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ജയിലിലെത്തിക്കുന്ന സമയത്ത്. കഞ്ചാവ് കൈവശം വച്ചതിനും വിൽപ്പന നടത്തിയതിനും നിരവധി കേസുകളുള്ള കുളപ്പുള്ളി സ്വദേശി മുഹമ്മദ് മുസ്തഫ കരുതൽ തടങ്കലിൽ. വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം. 6 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന ഫൈബർ വള്ളം പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കണയം മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാൻ നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശത്ത് റോഡ് ഉയർത്തി കയറ്റം കുറയ്ക്കാൻ പദ്ധതി. വാർഡ് കൗൺസിലർ സിനി മനോജിന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്കായി C. സദാനന്ദൻ MP-യുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയുടെ അനുമതി. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി 54 വയസ്സുള്ള ഷംസുദ്ദീൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.